നമസ്കാരം. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലർമാരെല്ലാവരും കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുകയാണ്. 100 വാർഡുകളിൽ നിന്ന് ജയിച്ച ബി.ജെ.പിയിലെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും യു.ഡി.എഫിന്റെയും ഒക്കെ കൗൺസിലർമാരെല്ലാവരും കൂടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി അധികാരം ഏറ്റിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബി.ജെ.പിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒരു പ്രശ്നത്തിലേക്ക് നിന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഗണഗീതം, അതായത് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന ആ ഒരു സുന്ദരമായ അതിമനോഹരമായ രാജ്യസ്നേഹം തുളുമ്പുന്ന ആ ഗണഗീതം പാടിയാൽ അത് ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന് ഇരിക്കപ്പുറത്തെ ഉണ്ടാകില്ല. നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ ഇരിക്കപ്പുറത്തെ ഉണ്ടാകാതെ, അതായത് ഈ ഇരിക്കുമ്പോൾ ഈ മൂട്ട കഴിക്കുന്നത് പോലെ അവർക്ക് ഒരു ഭയങ്കര രീതിയിൽ ഒരു കുരു പൊട്ടുന്ന ഒരു അസുഖമുണ്ടാകും. അപ്പോൾ പിന്നെ ഭയങ്കര ഔപിന്യവന്മാരുടെ കുറെ കിങ്കരന്മാരുണ്ട്, ഡിവൈഎഫ്ഐയും SFIയും എന്നൊക്കെ പറഞ്ഞ് ആരുടെങ്കിലൊക്കെ മണ്ട അടിച്ചു പൊളിക്കാനും തലപൊള്ളി തകർക്കാനും ഒക്കെ നിൽക്കുന്ന കുറെ SFIക്കാരുണ്ട്. ഇവന്മാര് വന്ന് അവിടെ അടിച്ചു പ്രശ്നം ഉണ്ടാക്കും. അത് നമ്മൾ കണ്ടതാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗവർണറുടെ ലോക് ഭവൻ, അത് പണ്ട് രാജ്ഭവൻ ആയിരുന്നു, അതിന്റെ പേര് മാറ്റി ഇപ്പൊ ലോക് ഭവനാക്കി. അവിടെ നമ്മുടെ പരിസ്ഥിതി വകുപ്പിന്റെ ഒരു പ്രോഗ്രാം അവിടെ നടന്നു. ആ പ്രോഗ്രാമിൽ ഭാരതാംബയുടെ ഒരു ചിത്രം വെച്ചു. അപ്പോൾ ആ ചിത്രം കണ്ട് ഇഷ്ടപ്പെടാതെ നേരെ നമ്മുടെ കൃഷി മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ സർക്കാരും ഗവർണറും തമ്മിൽ വലിയൊരു വിവാദമുണ്ടായി. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോഴും ഭാരതാംബയുടെ ചിത്രം വെച്ചപ്പോൾ അവിടുത്തെ രജിസ്ട്രാർക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ പരിപാടി കാണിച്ചില്ല. അങ്ങനെ വലിയ രീതിയിലൊരു പ്രശ്നമുണ്ടായി. അതൊരു ഹൈക്കോടതി വരെ കയറിയപ്പോഴും ഹൈക്കോടതി ചോദിച്ചൊരു പ്രധാന കാര്യമുണ്ട്, ഭാരതാംബയുടെ ചിത്രമല്ലേ, അതിനൊപ്പം നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നം? ഈ ഭാരതാംബയുടെ ഫോട്ടോ അവിടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നടക്കമുള്ള ഒരുപാട് പരാമർശങ്ങൾ, ഒരുപാട് കാഴ്ചപ്പാടുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പല കോടതികളിൽ നിന്നും പല രാഷ്ട്രീയ നിരീക്ഷകരടക്കം വലിയ വിവാദമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയൊരു ഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോൾ ഇതിനൊരു മറുപടി തന്നെ ബി.ജെ.പി കൊടുത്തു. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിലെത്തിക്കൊണ്ട് തന്നെ ബി.ജെ.പി ഗണഗീതം മണിക്കൂറുകളോളം എടുത്തുകൊണ്ട് ബി.ജെ.പി തന്നെ ഗണഗീതം നല്ല രീതിയിൽ ആലപിക്കുകയും ചെയ്തു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലർമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റി കഴിഞ്ഞതിന് ശേഷം, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബി.ജെ.പിയുടെ നേതാക്കളടക്കം ഗണഗീതം പാടി, അതായത് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാമെന്ന ഗണഗീതം പാടിയതിന് ശേഷമാണ് അവർ തിരുവനന്തപുരം നഗരസഭ വിട്ട് പുറത്തേക്ക് പോയത്. ഈ സമയത്ത് ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാക്കൾ ആ സമയത്ത് ഷോ കാണിക്കാൻ അവിടെ വന്നിരുന്നെങ്കിൽ അവസാനം അവർ തുണി പോലും ഇല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. കാരണം ബി.ജെ.പിയുടെ പിള്ളേര് ചാപട്ടി കൂട്ടുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഗണഗീതം എന്ന പാട്ട് പാടിക്കൂടാ എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല, ഹൈക്കോടതി പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാട്ട് പാടുമ്പോൾ ആരെങ്കിലും തടയാൻ വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നതായിരുന്നു. പക്ഷെ ബി.ജെ.പിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അടികൂടുന്നവരല്ല. പക്ഷെ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്തം കണ്ട് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ലാത്തൊരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്നത്. അപ്പോൾ ഗണഗീതം എന്ന സുന്ദരമായ അർത്ഥമുള്ള ഈ പാട്ട് ബി.ജെ.പിക്കാർ ഇനിയും പാടും. അതിന്റെ ഒരു ആദ്യ പടിയായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി അത് പാടിയത്. നമുക്കത് കേൾക്കാം. അനന്തപുരിയിൽ ഇനി വികസനത്തിന്റെ നാളുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ബി.ജെ.പി തിരുവനന്തപുരം നഗരസഭ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണം, അതായത് ബി.ജെ.പി വന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം ബി.ജെ.പിയുടെ ടാഗ് ലൈൻ എന്നത് തന്നെ മാറാത്തത് മാറുമെന്നതാണ്. ആ ഒരു ടാഗ് ലൈനോട് കൂടി ഇറങ്ങി ബി.ജെ.പി കൃത്യമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം ബി.ജെ.പിയുടെ കൗൺസിലർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവുന്നത് അവർക്കൊരു ലക്ഷ്യബോധമുണ്ട്.
നമ്മുടെ ഇടതുപക്ഷത്തെ നേതാക്കളെ പോലെയോ അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കളെ പോലെയോ അല്ല. വികസനം വികസനം എന്ന രണ്ടക്ഷരം കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ പോക്കറ്റ് നിറയ്ക്കാം എന്നൊരു ലക്ഷ്യമൊന്നും BJP നേതാക്കൾക്കില്ല. വികസനമാണ്. ആ വികസനം അവർക്ക് കൃത്യമായി എവിടെയൊക്കെ ഏതൊക്കെ പോയിന്റിൽ കൃത്യമായ വികസനം കൊണ്ടുവരണമെന്ന് ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് എങ്ങനെ രീതിയിൽ ഒരു വികസനം കൊണ്ടുവന്നാൽ ആ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാമെന്ന് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമാണ് BJP നേതാക്കൾ തന്നെ ഇപ്പോൾ ഈ ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ട് ബാങ്കിന്റെ വർധനവ് വലിയ രീതിയിൽ ശക്തമാവുന്നത്. ഈ 5 വർഷം കൊണ്ട് തന്നെ BJP-യുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 1 വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, 2 തെരുവുനായ ശല്യം, 3 പാർക്കിംഗ് സംവിധാനം, 4 ഡ്രെയിനേജ് സംവിധാനം ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾക്ക് ഒരു പരിധി കണ്ടതിന് ശേഷം ബാക്കി തന്നെ BJP-യുടെ നേതാക്കൾ പറയുന്നുണ്ട് 45 ദിവസത്തിനകം നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തി ഇനി 5 വർഷം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി തന്നെ അത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയും. ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അതേപോലെ ഓരോന്നായിട്ട് വികസനങ്ങൾ ഇവിടെ നടപ്പാക്കുമെന്ന് കൃത്യമായി തന്നെ അവർ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും തന്നെ ചെയ്യും. അതാണ് BJP-യുടെ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത്.